നല്ല ബർക്കത്തിയ. വഅദ് എന്ന് പറഞ്ഞാൽ കുറേ ചീത്ത പറയലല്ല, വഅദ് എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളിക്കലല്ല, വഅദ് എന്ന് പറഞ്ഞാൽ കുറേ തർക്കിക്കലല്ല, വഅദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുക. അതാ വഅദ്. അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ, സ്വർഗത്ത് കടക്കാൻ ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കണം. അതാണ് വഅദ്. വഅദ് എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരൊക്കെ, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കും, അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നവർ. അതാണ് വഅദ്. തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തർക്കം, അതാ വഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റമദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള ആശയം തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ചു മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൽ. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. സ്വർഗത്തിൽ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിതു കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നും തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതല്ല വഅദ്. വഅദ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളത് പറയുന്നതാണ് വഅദ്. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ലാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ ഇഅ്തിറാദു അലാ കലാമിൽ ഗൈരി ബിഇദ്ഹാരി ഖലലിൻ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മാന. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അതിനു വേണ്ടി ഇങ്ങനെ തർക്കം കൂടും. കാണാൻ ചില കാസർകോട്ടുകാരും മലപ്പുറത്തുകാരും തമ്മിൽ തർക്കം. എന്താണ് തർക്കോ? ഭാഷാ തർക്കം. അങ്ങനെയോ പറയണ്ടേ, ഇങ്ങനെയോ പറയണ്ടത്. നാദാപുരത്തുകാരും തിരുവനന്തപുരത്തുകാരും തമ്മിൽ തർക്കം. പുള്ളിക്കാരെന്നോ പറയണ്ട, അല്ലെങ്കിൽ ഓയെന്നോ പറയണ്ട് തർക്കം. ഇങ്ങനെ തർക്കിക്കുന്ന ചില ആളുകൾ. ഇതുപോലെ അർത്ഥത്തിന്റെ കാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളും. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി, അല്ലെങ്കിൽ നാദാപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി. എന്നാലും അത്തരം കാര്യത്തിലും തർക്കിക്കാൻ പോണ്ട. അങ്ങനെ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദത്തം ചെയ്യണം. ആവശ്യമില്ലാതെ തർക്കിക്കേണ്ട. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, ഔ ഫീ ഖസ്ദിൽ മുതകല്ലിം വതർക്കുൽ മിറാഇ ബിതർക്കിൽ ഇൻകാരി വൽ ഇഅ്തിറാദ് ഫകുല്ലു കലാമിൻ സമീതഹു ഫഇൻ കാന ഹഖൻ ഫസദ്ദിഖ് ബിഹി. ഒരു സത്യമായ വാക്കാ കേട്ടെങ്കിൽ നീ അങ്ങ് നേരായിക്കണം, ഇതിനെ തർക്കിക്കാന്ന് പോണ്ട. വൈകാന ബാത്തിലൻ അങ്ങനെയുണ്ടല്ലോ, ആ വഖഫ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് സത്യമാണെങ്കിൽ അങ്ങ് നേരായിക്കലേ, പിന്നെ തർക്കിക്കാൻ പോണോ? വെറുതെ മദ്രസ വിളിച്ചു വള്ളിയാക്കാന്ന് പറയാൻ പോണ്ട. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങ് അംഗീകരിക്കാം, അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തിലൻ. ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ, ആ ബാത്തിലായ കാര്യത്തിന് നീ മിണ്ടാതിരിക്കാൻ പറ്റുമോ?
അവിടെ ഇമാം ഗസാലി പറയാണ് വൈകാന ഭാഗത്തിന് ഒരു ദീനിയായ സംഗതിയൊന്നുമല്ല, ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കം പോലത്തെ ഒരു സംഗതി ഉണ്ടല്ലോ. ഒരാൾ വടക്കോട്ട് പോയി, മലപ്പുറം ജില്ലയിൽ നിന്ന് വലിയ ഉസ്താദാ പോയത്. എന്താ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ആ മരത്തുമ്പോൾ തൂങ്ങിക്കോളൂ, ഞാൻ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ പറഞ്ഞു. ഈ മൊയിലാർ പേരായി, ഞാൻ ആ മരത്തുമ്പോൾ തൂങ്ങണം, ഇയാൾ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ, എന്താ പ്രശ്നം? അപ്പൊ നോക്കുമ്പോ മരം എന്ന് പറഞ്ഞാൽ കട്ടില, തൂങ്ങാൻ തന്നെ ഉറങ്ങാന്നാ. അപ്പൊ ഈ കട്ടിൽ പോയി ഞാൻ ഉറങ്ങും, ആ കൊട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കോളീന്ന പറഞ്ഞില്ല അമ്മായന. അപ്പൊ അതാ ഈ മരത്തുമ്പോൾ നിങ്ങൾ ഞാൻ തൂങ്ങാം, ആ മരത്തുമ്പോൾ നിങ്ങൾ തൂങ്ങിക്കോളീന്ന്. അതിനൊന്നും തർക്കിക്കാൻ പോകണ്ട, അങ്ങനെ ഒറ്റ തെറ്റൊന്നുമില്ല. കാരണം അത് മറ്റേ തൂങ്ങലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ തർക്കിക്കാതിരുന്നാൽ സംഗതി പറയേണ്ടി അങ്ങനെയൊന്നല്ല, അത് വേറെ വിഷയം. എന്നാലും തർക്കിക്കാതിരുന്നാൽ സ്വർഗം കിട്ടും. തർക്കം കുറക്കണമെന്നാ പറഞ്ഞതിന്റെ മേന, ആവശ്യമില്ലാത്തതിന് തർക്കിക്കരുത്. ദീൻ കാര്യത്തിലാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിച്ചേ പറ്റൂ. അതാ ഖുർആൻ പറഞ്ഞത് ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിരിക്കണം തർക്കിക്കുന്നത്. തർക്കം വേണ്ടാന്നല്ല. ചില കള്ളത്തൈകത്തേരുണ്ട്, എണ്ണ പ്രസംഗം നടത്തുന്ന മൊയ്ലാമാരോട് ഭയങ്കര വെപ്പായിരുന്നു. അപ്പൊ അവർ പറയും തർക്കിക്കാൻ പാടില്ലാന്ന് ഹദീസിലുണ്ട്. അതൊക്കെ തട്ടിപ്പാണ്. ചോദ്യം,